കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ്. ये तो दूसरा पार्ट है. फर्स्ट पार्ट में एक कैड फाइल 3D Max फाइल में इंपोर्ट कैसे करेगा उसके बारे में बोल दिया. ഓൾറെഡി വരച്ചിട്ടുള്ള എലിവേഷൻ 3D Max ഫയലിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അതേപടി നോക്കിയിട്ട് ചെയ്യുന്ന അതേപടി എലിവേഷൻ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ 3D ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് മെഷ് മെർജ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. നെക്സ്റ്റ് മെഷ് മെർജ് करने के बारे में बोलेगा. ജസ്റ്റ് ഒരു ബെഡ്റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് एक बेडरूम क्रिएट किया. देन फाइल मर्ज സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മെഷ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മെർജ് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടാണ്, കട്ടിലാണ്. ഇത് കംപ്ലീറ്റ് 3D Max ഫയലാണ്. പൂरा 3D Max ഫയൽ നെറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മെഷുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. नेट में जाएगी तो बहुत सारे मेश डाउनलोड कर सकते हैं. देन ऑल ओके. മെഷ് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് വളരെ അകലെയായിരിക്കും ഈ മെഷ് ഉണ്ടാവുക. അതും കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കില്ല. कभी भी ये मेश मर्ज करेगी तो बेडरूम से बहुत दूर होगा. മെഷർമെൻറ്റ് वो भी सही से नहीं होगा. ചില മെഷുകൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മെഷുകൾ, അതായത് പ്ലാന്റ്സ്, പോട്ട്, ചെയർസ്, ഇതൊക്കെ ചിലപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും. कभी भी मेजरमेंट करेक्ट मेजरमेंट होगा. सबसे पहले ഗ്രൂപ്പ് ആദ്യം തന്നെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. സ്കെയിൽ എടുത്തിട്ട് ഇതിന് നമുക്ക് ഹൈറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര ഹൈറ്റ് വേണം എന്നത് മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലെയിൻ യൂസ് ചെയ്യാം. പ്ലെയിൻ ഏകദേശം നമുക്ക് ഫ്ലോറിൽ നിന്നും ഒരു 55. नॉर्मली एक कॉट का हाइट 55 या 50 കൊടുക്കാം. 50 दिया, 50 കൊടുത്തു. വിഡ്ത്ത് 200 കൊടുക്കാം. 200 विड्थ. सही से मेजरमेंट करने के लिए प्लेन यूज़ किया. देन അൺഹൈഡ്. ബാക്കിയുള്ള ഒബ്ജക്റ്റ് ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കറക്റ്റ് ചെയ്ത് വെക്കാം. वॉल को हाइड किया. देन अनग्रुप करेगा. ബെഡ് സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്തതിന് ശേഷമാണ് ഇതിന് ഞാൻ അൺഗ്രൂപ്പ് മെഷിനെ അൺഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. को सेलेक्ट करके बाकी पूरा हाइड किया. देन मेश മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യാം. टॉप व्यू में मेजरमेंट करेक्ट किया.
करेक्ट करने के बाद प्लेन सेलेक्ट देन डिलीट. പിന്നീട് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാം. മെഷർമെൻറ്റ് കറക്റ്റ് करने പില്ലോ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തും വിഡ്ത്തും കുറച്ച് കൊടുക്കാം. थोड़ा लेंथ थोड़ा विड्थ कम करके कुशन बना के रखेगा. ഇതിനെ നമുക്ക് വേർട്ടെക്സ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓൾ സെലക്ട് ദെൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം അൺഹൈഡ് ചെയ്യാം. ഗ്രൂപ്പ് करने के बाद अनहाइड ऑल. മെഷുകൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് സെലക്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തന്നെ അതിനെ ഗ്രൂപ്പ് ചെയ്യണം. മെഷ് മെർജ് करेगी तो ऑलरेडी वो सेलेक्ट होगा. पहले वो मेश को ग्रुप करना. ग्रुप करने के बाद मेഷർമെൻറ്റ് पूरा सही से करना. ചില മെഷുകൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ള മെഷുകൾ കഴിയുന്നതും ഒഴിവാക്കാം. അതില്ലെങ്കിൽ ആ മെഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി സെലക്ട് ആയിരിക്കും. ബാക്കിയുള്ള ഒബ്ജക്റ്റ് ഹൈഡ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. कभी भी मेश मर्ज करेगी तो ग्रुप करना नहीं होगा. ऐसा मेश को छोड़ देना. ऐसा मेश को डिलीट करके नया मेश ओपन करेगी तो आसान होगा. लाजिम यही मेश आपको रखना है तो बाकी पूरा ऑब्जेक्ट को हाइड करके मेश को सेलेक्ट करके ही रहना. ये मेश को सही से मेजरमेंट कर सकते हैं. मटेरियल्स देने के बाद सब मेजरमेंट सही करने के बाद पूरा सेलेक्ट करने के बाद बाकी ऑब्जेक्ट अनहाइड करना. ഓൾ ക്ലിക്ക് ചെയ്തിട്ട് ദെൻ ഓക്കെ. ഇതുപോലെ വിൻഡോ വന്നു കഴിഞ്ഞാൽ മെർജ് ബാർ മെർജ് को ക്ലിക്ക് करना. മെർജ് ക്ലിക്ക് ചെയ്യണം. പിന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും മെർജ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യൂസ് മെർജ് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യണം. യൂസ് മെർജ്ഡ് മെറ്റീരിയൽ ക്ലിക്ക്. ഓക്കെ.
लेंथ हॉल बूलियन ചെയ്തിരിക്കുന്നത് 200 विंडो के लिए बूलियन किया है 200 लेंथ में, इसलिए स्केल യൂസ് करके മെഷർമെൻറ്റ് सही कर सकते हैं. ലെങ്ത് 200 കൊടുത്തിട്ടാണ് ബൂളിയൻ ചെയ്തിരിക്കുന്നത്. വിൻഡോ 150 ലെങ്ത് ഉള്ളത്. ഇതിനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവിയുള്ള മെഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ലോഡ് വരും. മെഷ് रखेगी तो लोड ज़्यादा होगा. इसलिए മെഷ് को हैवी कम करने के लिए लोड कम करने के लिए മെഷിൻ്റെ ലോഡ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മെഷ് സെലക്ട്, ദെൻ ऑब्जेक्टिव प्रॉपर्टीज सेलेक्ट, ऑब्जेक्टिव प्रॉपर्टीज सेलेक्ट, डिस्प्ले एज बॉक्स ये टिक करना. ഇതിന് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഡിസ്പ്ലേ ആസ് ബോക്സ് എന്നുള്ളത് ടിക്ക്. റെൻഡറിംഗ് കംപ്ലീറ്റ് देख सकते हैं. ഇങ്ങനെ ഓരോ മെഷും നമുക്ക് മെർജ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് മെഷുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യേണ്ട സൈറ്റുകളെക്കുറിച്ചും ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. बहुत सारे मेश डाउनलोड कर सकते हैं, उसके बारे में कि कौन सा साइट पर जाना है, कैसे डाउनलोड करना है, वो बाद में मेरे क्लास में बोलेगा. ബെഡിലും പില്ലോയിലൊക്കെ ഒരു കറുത്ത പാട് കാണുന്നുവെങ്കിൽ സീലിങ്ങിനും വോളിനും ഇടയിലുള്ള ഗ്യാപ്പും അതുപോലെ വിൻഡോ മെഷ് വെച്ചിരിക്കുകയാണ്, അതിനിടയിലുള്ള ഗ്യാപ്പ് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. इस तरह पूरा बैक शेड आएगी तो वो पूरा चेक करना. वॉल और सीलिंग के बीच में कोई गैप हो, पूरा क्लोज्ड होना चाहिए. F10 प्रेस करके सेटिंग्स में फ्रेम बफर सेलेक्ट, F10 പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സിൽ ഫ്രെയിം ബഫർ സെലക്ട് ചെയ്തിട്ട് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. അൺടിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. इसमें से कोई सेलेक्ट करना. 1600 ये സെലക്ട് किया. മുമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റെൻഡറിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്ത് ഓഫ് ചെയ്യുക. അഡാപ്റ്റീവ് സബ് ഡിവിഷൻ ആണെങ്കിൽ അഡാപ്റ്റീവ് DMC കൊടുക്കാം. അഡാപ്റ്റീവ് DMC ആണെങ്കിൽ അഡാപ്റ്റീവ് സബ് ഡിവിഷൻ കൊടുക്കാം. ചെറിയൊരു ചേഞ്ച് മാറ്റം വരുത്തിയിട്ട് അഡാപ്റ്റീവ് DMC സെലക്ട്, അഡാപ്റ്റീവ് DMC സെലക്ട്, ദെൻ റെൻഡർ.